ഗ്രീൻ റൂം ദൈവവിളികൾ മനോഹരമായി കുടുംബങ്ങളിൽ ഒരുക്കപ്പെടുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയിരുന്നത് MSFS കോൺഗ്രിഗേഷനിലെ ഏറ്റുമാനൂരിലുള്ള സെമിനാരിയിലാണ്. ഇന്നും നമ്മൾ അവിടെ തന്നെ വന്നിരിക്കുകയാണ്. നമ്മളെ കാത്ത ഏതാനും അച്ഛന്മാരും അവരുടെ കുടുംബങ്ങളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MSFS കോൺഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകി ജീവിക്കുന്ന കുറേ വൈദികരുടെ ഒരു സമൂഹമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഈശോയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകിയ ചില അച്ഛന്മാരെയും അവരുടെ മാതാപിതാക്കളെയും നമ്മളിപ്പോൾ പരിചയപ്പെടുന്നു. MSFSലെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ആഴ്ച MSFS കോൺഗ്രിഗേഷനിലെ വ്യത്യസ്തമായ ദൈവവിളി അനുഭവങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ദിവസം നമ്മളെ കൊണ്ടുവന്ന് കാണിച്ച ജസ്റ്റിനച്ചനോടാണ്. അച്ഛൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ഒരു ആത്മീയത കണ്ട് അങ്ങനെയാണ് ഈ കോൺഗ്രിഗേഷനിലേക്ക് വന്നതെന്ന്. അതെന്തായിരുന്നു അച്ഛനെ ഈ കോൺഗ്രിഗേഷനിലേക്ക് അടുപ്പിച്ച കാര്യം എന്തായിരുന്നു? ഈ കോൺഗ്രിഗേഷനിലേക്ക് അടുപ്പിച്ച കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് തൊടുപുഴ കരിമണ്ണൂരാണെങ്കിലും ഞാൻ 9ാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചുള്ളൂ. അപ്പോൾ ഞാൻ 7ാം ക്ലാസ് വരെ എനിക്ക് ഒരു ഡോക്ടറാകണമെന്നൊക്കെയായിരുന്നു താല്പര്യം. അപ്പോൾ 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും എവിടെ നിന്നറിയത്തില്ല, ഭയങ്കര ശക്തമായൊരു പ്രചോദനം അച്ഛനാവണം. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പള്ളിയിൽ ആൾത്താര സംഘത്തിലുണ്ട്, പിന്നെ അത് ഇടവകയുടെ CMLലുണ്ട്, ഓരോ പരിപാടികൾക്കും വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നറിയത്തില്ല, പക്ഷേ 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഭയങ്കര ശക്തമായൊരു പ്രചോദനം, അച്ഛനാവണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടൊരു ചിന്ത മനസ്സിലേക്ക് കയറി വന്നു. അപ്പോൾ തന്നെ ഞാൻ 8ാം ക്ലാസ്സിൻ്റെ അവസാനം ഒരു ക്രിസ്ത്യൻ ധ്യാനം കൂടി കഴിഞ്ഞ് ഞാൻ ഉറപ്പിച്ചു അച്ഛനാകത്തേ ഉള്ളൂ. വേറൊരു ചിന്തയും മനസ്സിലേക്ക് വരുന്നില്ല, കട്ടയ്ക്ക് ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അപ്പോഴാണ് എൻ്റെ മമ്മിക്ക് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് UK ജോലി കിട്ടി. മമ്മി നേഴ്സായിട്ട് UK ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സെമിനാരിൽ പോകാനുള്ളൂ, ഞാൻ പോകത്തില്ല. പക്ഷേ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് അങ്ങോട്ടും എല്ലാം പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്ക് പോകണ്ട. അപ്പോൾ UK പോയി ഇനി അച്ഛനാകാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ എൻ്റെ മനസ്സ് ഒറ്റ ചിന്തയേ ഉള്ളൂ, അച്ഛനാവണം, വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ സെമിനാരിൽ പോകാൻ പറ്റത്തില്ല, UK അല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് ചീച്ചി ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അച്ഛനാവത്തില്ല എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. ഞാൻ വരത്തില്ല, എനിക്ക് സെമിനാരിൽ പോകണം. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 9ാം ക്ലാസ് പകുതിയായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ, എനിക്കൊരു അനിയനുണ്ട്, അപ്പോൾ പപ്പയും ഞാനും അനിയനും കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ UK പോയി. അപ്പോൾ UK ചെന്ന് കഴിഞ്ഞപ്പോഴും ഞാനൊരൊറ്റ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ്, എനിക്ക് സെമിനാരിൽ ചേരണം, വേറെ ഒരു ഓപ്ഷനും എൻ്റെ മുന്നിലില്ല. അപ്പോൾ ഈ ഒരൊറ്റ ചിന്തയിൽ നിന്ന് അപ്പോൾ പപ്പ പറഞ്ഞു 10ാം ക്ലാസ് കഴിയാതെ പോകണ്ട. അപ്പോൾ ഞാനിപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, കർത്താവ് എന്നെ കൃത്യമായ വഴിയിലൂടെ നയിച്ചത്. കാരണം ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല അച്ഛനായിട്ട്. കാരണം ഞാൻ ചെന്ന് UK ഭയങ്കരമായ എൻ്റെ ദൈവവിളിക്ക് ഭയങ്കര തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എന്നോർത്ത് ഞാൻ ചെന്നെങ്കിലും അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ മനോഹരമായൊരു നോർത്താംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ചെല്ലുന്നത് UK. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. മമ്മയുടെ കൂട്ടത്തിൽ വന്ന് എല്ലാവരോടും ചേർന്ന് എല്ലാ ആഴ്ചയും ഒരു സൂപ്പർ ഒരു അടിപൊളി പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായി. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു സപ്പോർട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് പ്രാർത്ഥനയിൽ വളരാൻ പറ്റി. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ +1 +2 നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ്, എന്തോ നല്ല സെമിനാരിലെ പോകുള്ളൂ. അതുകൊണ്ട് +1 +2 അവിടെ UK നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കുവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ തീരുമാനിച്ചുറച്ചിരിക്കുവാണ് സെമിനാരിലേ പോവുള്ളൂ. 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് പരീക്ഷയുടെ സ്റ്റഡി ലീവിന് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, കർത്താവ് എന്നെ ഒരിക്കലും കൈവിടത്തില്ല. അപ്പോൾ ജെറമിയ 29:11 വെച്ചാണ് നമ്മളത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളതിനെ അതിജീവിച്ചു വന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് ഉറപ്പായിട്ട് വരുവാണ്, കർത്താവ് വിളിക്കുവാണ്. അപ്പോൾ എനിക്കറിയത്തില്ല എവിടെയാണ് ചേരേണ്ടത്, എവിടെ പോകണം, ഏത് സെമിനാരിൽ ചേരണം, ഏത് സഭയിൽ ചേരണം, ഒരു ക്ലൂ ഇല്ല. അപ്പോൾ +2 എന്നോട് ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിനക്ക് താല്പര്യമില്ല, കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് അവിടെ കൂടുതൽ ചെല്ലാൻ പറഞ്ഞു. കൂടുതൽ ചെന്ന് 3 ദിവസത്തെ ജീസസ് യൂത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും തിരിച്ചു പോരണ്ട, അവിടെ പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് അവിടെ ഒരു പ്രയർ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ജീസസ് യൂത്തിൽ ഭയങ്കര ആക്റ്റീവായപ്പം എനിക്ക് വേറൊരു സ്പിരിച്വൽ എന്താ പറയുക ഒരു ആംഗിൾ, പ്രാർത്ഥിക്കാനും ഈശോയെ സ്നേഹിക്കാനും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു വേറൊരു രീതിയിലുള്ളൊരു പേഴ്സണൽ സ്പിരിച്വാലിറ്റി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് അവിടെ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ഉള്ളിലുള്ള കൺഫ്യൂഷൻ ഇതായിരുന്നു, ഞാൻ ഏത് സെമിനാരിൽ ചേരും. അപ്പോഴാണ് അപ്പോൾ എനിക്ക് രൂപത ചേരണ്ട, എനിക്കൊരു മിഷണറി ആയാൽ മതി.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എവിടെ ചേരും. അപ്പോൾ ആദ്യം കപ്പൂച്ചിനെ ആലോചിച്ചു, എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നീട് CMI ഞാൻ വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോഴാണ് MSFS സഭയുള്ള ഒരു അച്ഛൻ തന്നെ അവിടെ ഒരു ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനായിട്ട് വന്നു. അച്ഛൻ്റെ ലൈഫും സ്പിരിച്വാലിറ്റിയൊക്കെ കണ്ടപ്പോൾ ബെന്നി വലിയ വീട്ടിൽ നിന്നാണ് അച്ഛൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞില്ല ചേരണമെന്നോ ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവിടെയുള്ളൊരു ഒരാളെ എനിക്ക് MSFSനെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കണം, ഞങ്ങൾ കൊള്ളാലോ. അപ്പോൾ എനിക്ക് പ്രീച്ചിങ്ങിനോടൊക്കെ ചെറിയ താല്പര്യമുണ്ട്. അപ്പോൾ അതിലുള്ള ഓപ്ഷൻസ് ഉണ്ട്, ബാസ്കറ്റ് ബോളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോളുണ്ട്, കളിയൊക്കെ ഉണ്ട്, അടിപൊളി ലൈഫായിരിക്കും. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു കൊള്ളാം, ഇത് എനിക്ക് സെറ്റാവും. അപ്പോൾ ഞാൻ പോവാം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ MSFS സഭയുടെ സൗത്ത് വെസ്റ്റ് ഇന്ത്യയുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ അവിടെ വന്ന് കണ്ടു. അപ്പോൾ ഞാനെല്ലാം പോകാൻ, അപ്പോൾ വേറെ അവിടെ വൊക്കേഷൻ ക്യാമ്പോ അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഇല്ല. ഞാൻ കണ്ട നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സഭ MSFS ആണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ദേഷ്യമാണ്. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കറിയാം മമ്മിയോടും പപ്പയോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ എൻ്റെ ദേഷ്യക്കാണെങ്കിൽ മമ്മി ചോദിക്കും 9ലും 10ലും അവിടെ ചെന്നപ്പോൾ പോലും ഭയങ്കര ദേഷ്യം. അപ്പോൾ ഞാൻ ഈ ദേഷ്യം വെച്ചുകൊണ്ടാണ് നീ സെമിനാരിൽ പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഉത്തരവില്ലല്ലോ, ഞാൻ സെമിനാരിൽ പോകാനൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ MSFS സഭയിലോട്ട് വന്ന ഉടനെ ഞാൻ ആദ്യം അറിയുന്നൊരു കാര്യം, ഈ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. 20 വർഷം എടുത്തിട്ടാണ് പുള്ളി ദേഷ്യം പറ്റുക. കൊള ഇതെനിക്ക് പറ്റിയ സ്ഥലമാണ്, എത്തേണ്ട അടുത്ത് തന്നെ എത്തി. അപ്പോൾ ആ ദേഷ്യമൊക്കെ മാറ്റി, എനിക്കും ദേഷ്യമുണ്ട്, പുള്ളിക്കും ദേഷ്യമുണ്ട്. അപ്പോൾ പുള്ളി വിശുദ്ധനായല്ലോ, അപ്പോൾ നാളെ എനിക്ക് സ്കോപ്പ് ഇല്ലാതൊന്നുമില്ല. അപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്ത് കൃത്യമായിട്ടും എത്തേണ്ട ഒരു സ്ഥലത്ത് തന്നെ ഞാൻ എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ MSFSനെ കുറിച്ച് അറിഞ്ഞ് വന്നപ്പോഴും എനിക്ക് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റിയൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ ആ കൃത്യമായൊരിടത്തിലേക്കാണ് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് അച്ഛൻ MSFSലേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ MSFSലേക്ക് വന്ന് ചേർന്നത്. അച്ഛൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തായിരുന്നു, അതിലേക്കൂടെ അച്ഛൻ പാസ് ചെയ്തു എന്നൊക്കെ സെമിനാരി ലൈഫിൽ തന്നെ. അതെങ്ങനെയാണ് അച്ഛൻ ഓവർകം ചെയ്തത്? ഞാൻ ഒന്നൊന്നുമല്ല, 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി ഞാൻ തിയോളജി ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് ടയറായി. അത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നത്, ഞാനിവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സെമിനാരിൽ റീജൻ്റ് ബ്രദറായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു അച്ഛൻ്റെ അടുത്ത് കണ്ടപ്പോൾ അച്ഛൻ ഇതൊരു ഗിഫ്റ്റഡ് ആയിട്ടൊരു അച്ഛൻ എന്നോട് ചോദിച്ചു, പണ്ടൊക്കെ വിശുദ്ധനാകാൻ ഭയങ്കര താല്പര്യമായിരുന്നല്ലോ, ഇപ്പോൾ അതൊക്കെ പോയോ എന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവ് എങ്ങനെ വിശുദ്ധനാവണ്ടേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, സഹിക്കണം, സഹനങ്ങൾ വേണം, കുരിശെടുക്കണം, അതല്ലെങ്കിൽ നീ ഒരു നല്ലൊരു പ്രചോദനമാകണം. അങ്ങനെ ആ ഒരു അനുഭവം എനിക്ക് കാലിനൊരു ഓപ്പറേഷൻ നടന്നു, ACL വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം ഭയങ്കര പാടായിരുന്നു. പക്ഷേ പിന്നെ ഈ ഒരു കാര്യം കർത്താവ് വിശുദ്ധിയിലേക്കുള്ളൊരു പാതയാണ് ഈ ഒരു സഹനം എന്നുള്ളൊരു ബോധ്യം തന്നപ്പോഴത്തേക്ക് എനിക്കത് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റി. ഞാനത് ഹാപ്പിയായി. ഞാൻ ഡീക്കനായിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ശുശ്രൂഷ ചെയ്യുന്നൊരു പള്ളിയിൽ, ബാംഗ്ലൂർ ഒരു പള്ളിയിലാണ് ഞാൻ ബോധം കെട്ട് വീഴും. പിന്നീട് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, സ്കാൻ ചെയ്തപ്പോഴറിഞ്ഞത് അതൊരു ബ്രെയിൻ ട്യൂമറായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു തലയുടെ ലെഫ്റ്റ് സൈഡിലാണ്, അപ്പോൾ അത് സ്പീച്ച് ആൻഡ് മെമ്മറിയുടെ ഏരിയ ആണ്. തീർന്നു, ബ്രെയിൻ ട്യൂമർ ആണല്ലോ. ഡോക്ടർ ആദ്യം തല കറങ്ങിയത് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ട്യൂമറാണെന്ന് പറഞ്ഞു. നമുക്ക് കുഴപ്പമില്ല, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലോ, നമ്മൾ ഭയങ്കര ചില്ല, ആയിക്കോട്ടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് എന്നോട് പറഞ്ഞു ചിലപ്പം 3 മാസം എടുക്കും സംസാരമൊക്കെ നേരെയായിട്ട് വരാൻ, ചിലപ്പോൾ ക്യാൻസറസ് ആകാൻ സാധ്യതയുണ്ട്, നിലവിൽ ക്യാൻസർ അല്ല, മെമ്മറിക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് തീർന്നു, ഇനിയിപ്പോൾ പട്ടം മാറ്റി വെക്കേണ്ടത്. എനിക്ക് പട്ടം കിട്ടാൻ നേരം 4 മാസം കൂടിയേ ഉള്ളൂ. ഇത് സംഭവിക്കുന്നത് ജൂലൈ പകുതിയോട് കൂടിയാണ് 2017. അപ്പോൾ സ്കാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് ആദ്യമാണ്. സ്കാൻ ചെയ്തപ്പോൾ വിചാരിച്ച് തീർന്നു, നടക്കുകയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ഉണ്ട് പറയാം. പക്ഷേ എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും എല്ലാ ദിവസവും ഈശോയോട് ഇങ്ങനെ സംസാരിക്കും, ഈശോയോട് ചാറ്റ് ചെയ്യും, ഈശോയോട് വർത്താനം പറയും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു, ഓപ്പറേഷനോ കുഴപ്പമില്ല, നമ്മൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലോ, നമുക്ക് ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കാം. കുറച്ച് ആ ധൈര്യമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഓപ്പറേഷൻ തീയതി നിശ്ചയിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഈശോ ഞാൻ പട്ടം കിട്ടുമെന്നറിയില്ല, പട്ടം മാറ്റി വെക്കണമെന്നറിയില്ല, ഞാൻ ജീവിക്കുമെന്ന് പോലും അറിയത്തില്ല, ഞാൻ തട്ടിപ്പോലും വേണ്ടില്ല, എനിക്കൊരു ഉത്തരം തരണം, ഇതെന്തിനാണ് ഈ ഒരു സംഭവം എനിക്ക് കൊണ്ടുതന്നെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം കയറിയിരുന്നു, യെശയ്യ 60:19. ഞാൻ വിചാരിച്ചു എൻ്റെ സ്വഭാവമല്ല, എനിക്ക് എൻ്റെ തന്നെ വിശ്വാസമില്ല, എൻ്റെ തോന്നലായിരിക്കും. പിന്നെയും അത് കയറി വന്നപ്പോൾ ഞാൻ അവസാനം രാത്രി കിടന്നു പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ ഞാൻ തിരിച്ചെഴുന്നേറ്റ് ബൈബിൾ എടുത്ത് നോക്കിയപ്പം, ഇനി മുതൽ സൂര്യനല്ല നിൻ്റെ പ്രകാശം, ചന്ദ്രനല്ല നിൻ്റെ പ്രകാശം, കർത്താവാണ് നിൻ്റെ നിത്യമായ പ്രകാശം, അപ്പം കർത്താവാണ് നിൻ്റെ മഹത്വം. എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല, പക്ഷെ അത് വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് കൂളായി. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കൂളാക്കി, ശാന്തമാക്കി. കർത്താവിന് ഇതിലൂടെ എന്തോ വലിയ പദ്ധതി ഉണ്ടെന്നൊരു ബോധ്യം എനിക്ക് കിട്ടി. അതോടുകൂടി ഞാനത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ സമയത്തൊക്കെ ഞാൻ അവിടെ ഒരുമാതിരി വെക്കേഷന് പോകുന്ന പോലെ ചിരിച്ചും കളിച്ചും അവരുടെ ഹോസ്പിറ്റലിൽ കൂടെ ഓടി നടക്കുക. അപ്പോൾ ഡോക്ടർക്ക് തന്നെ സംശയം,
ട്യൂമർ മാത്രമേ ഉള്ളൂ, അത് വേറെ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ഡോക്ടർ ചോദിച്ചു ഇങ്ങനെ നീ ഒരുമാതിരി ഇങ്ങനെ ചിരിച്ചും കളിച്ചുകൊണ്ടൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറി പോകുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാൻ ഹാപ്പി. അപ്പം മമ്മി പെട്ടെന്ന് എമർജൻസി ലീവ് എടുത്ത് വന്നു. മമ്മി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു, കൂടെയുള്ള ബ്രദേഴ്സ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു. ഞാൻ മാത്രം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് ഹോസ്പിറ്റലിൽ കൂടെ. അപ്പോൾ അനസ്തേഷ്യ തരാൻ നേരത്ത് പോലും എല്ലാവരോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ഡോക്ടർ ചോദിച്ചു ബോധമൊന്നും പോകുന്നില്ലല്ലോ, അത് കേട്ടോണ്ടാണ് എൻ്റെ ബോധമൊക്കെ പോകുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം, കൃത്യം ആ ഒരു സമയത്ത് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ പട്ടം മാറ്റി വയ്ക്കേണ്ടി വന്നേനെ. കാരണം എൻ്റെ സ്റ്റഡീസ് എന്തെങ്കിലും മാറിപ്പോയേനെ. ഞാൻ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ബോധം കെട്ട് പോയായിരുന്നു, ചിലപ്പം സിറ്റുവേഷൻ മാറിപ്പോയേനെ. ഇച്ചിരി ലേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് മേജറായിട്ടുള്ള 2 എക്സാംസ് മിസ്സായേനെ. എനിക്ക് എൻ്റെ ഡീക്കൻ മിനിസ്ട്രി മിസ്സായേനെ. ഇതൊന്നും മിസ്സായിട്ടില്ല. സ്റ്റഡീസ് അഫക്റ്റഡ് ആയിട്ടില്ല, ഡീക്കൻ മിനിസ്ട്രി അഫക്റ്റഡ് ആയിട്ടില്ല, ഒന്നുമില്ല. എല്ലാത്തിനും ഇടയ്ക്കൂടെ കർത്താവ് നൈസായിട്ടൊരു പണി തന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബോധ്യം അതിലൂടെ ഇതാണ്. കർത്താവ് പറയണം ഒത്തിരി ഞെളിഞ്ഞു നടക്കണ്ട, ഞാനാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. അച്ഛാ, നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു, പക്ഷേ ഈ നിമിഷം വരെ അച്ഛൻ ഇത്രയും വലിയൊരു ദൈവാനുഭവത്തിലൂടെ കടന്ന ഒരു മനുഷ്യനെന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അതായത് ഒരു മനുഷ്യനെ UK കൊണ്ട് ഫോർമേഷൻ നടത്തുന്നു, പിന്നെ ഒരു സഹനം തന്ന ഫോർമേഷൻ നടത്തുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കേൾക്കാനായത്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛാ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെയുള്ളത് ലാലു അച്ഛനാണ്. അച്ഛൻ ഇപ്പം കാരിസ് ഭവനിൽ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നമുക്ക് ലാലു അച്ഛനെ തന്നെ പരിചയപ്പെടാം. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛനെയും അച്ഛൻ്റെ വീട്ടുകാരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഞാൻ ഫാദർ ലാലു തടത്തിലാങ്കൽ MSFS, ഇപ്പോൾ കാരിസ് ഭവനിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള ചാമമ്പതാൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അത് വാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട്, മണിമല, പൊൻകുന്നം അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ചാമമ്പതാൽ. അപ്പോൾ അവിടെ അച്ഛൻ മരിച്ചുപോയി, 2007 മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 3 മക്കളാണ്. മൂത്തയാൾ ഞാൻ. എനിക്കൊരു ഇരട്ട സഹോദരനുണ്ട്, ലല്ലു ജോസ്. ലല്ലു ഇപ്പോൾ ഡൽഹിയിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ ദിവ്യ, 3 മക്കളുണ്ട്. അവർ ഹാപ്പിയായിട്ട് ഡൽഹിയിൽ താമസിക്കുന്നു. അതുപോലെ എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ ലെന്നിയുടെ ഭാര്യ ടീന. ഇത് എൻ്റെ അമ്മച്ചി റോസമ്മ ജോസ്. എൻ്റെ പൗരോഹിത്യത്തിൽ എന്നെ കൂടുതലായിട്ട് സഹായിച്ച് വളർത്തിക്കൊണ്ട് വന്ന, പ്രാർത്ഥനയിലൂടെ എന്നെ സഹായിച്ചത് ഏറ്റവും വലിയ കടപ്പാട് അമ്മച്ചിയോടാണ്. അമ്മച്ചി, നമ്മുടെ ലാലു അച്ഛൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത് അച്ഛൻ്റെ പൗരോഹിത്യത്തിൽ അച്ഛനെ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് അമ്മച്ചിയോടാണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ അച്ഛൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അമ്മച്ചിക്കുണ്ടാവും. അച്ഛൻ്റെ ദൈവവിളിയുടെ ആരംഭം മുതൽ, അതായത് ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന ഏതാനും ഓർമ്മകളെന്ന് പറയാമോ? തീർച്ചയായും. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചാമ്പതാൽ എന്ന ഇടവകയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ചാമ്പതാൽ പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് 3 മക്കളാണ്, ലാലു, ലല്ലു, ലെന്നി. അപ്പം ഇവർ 3 പേരും ഞങ്ങൾ സന്തോഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലാലുവും ലല്ലുവും ട്വിൻസ് ബ്രദറാണ്. അപ്പോൾ ഇവർ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ, ഞങ്ങൾ 3 വയസ്സുള്ളപ്പോൾ തന്നെ ഇവർ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പള്ളിയിൽ എന്നും പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പ്രായം 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലും ഇവർ ചേർന്ന് പ്രാർത്ഥിക്കും, സ്വയം പ്രേരിത പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അന്ന് തൊട്ടേ ഇവർ വളരെ ആക്റ്റീവായിട്ട് പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കും. ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഇവർ ആൾത്താര ശുശ്രൂഷയിലൊക്കെ വളരെയധികം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും, അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ കാര്യത്തിലാണെങ്കിലും സൺഡേ സ്കൂളിലൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ അവർ പഠിക്കുകയും അതുപോലെ തന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ മിഷൻ ലീഗിലൊക്കെ ഇവർ നല്ലതായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. വീടുകൾ തോറും മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പോകും. അങ്ങനെയൊക്കെ നല്ല ഇതായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ 10ാം ക്ലാസ് വരെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും, ഇപ്പോൾ ഇവർ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥനയിലൊക്കെ നന്നായി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെയുള്ള അല്ലാതെ ഇവർ വലിയ അച്ഛനാകാൻ പോകുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് അച്ഛനും അമ്മച്ചയ്ക്കും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇവർ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേരും കൂടി
ഒരു ശാലോമിൻ്റെ ഒരു പേപ്പർ ബുക്ക് കിട്ടി. നമ്മളവിടെ ഒരു സാറുണ്ടായിരുന്നു, ചാണ്ടി സാറെന്നും പറഞ്ഞ്, തണ്ണിപ്പാറ ചാണ്ടി സാറ്. സാറിനോട് ഇവർ എന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അച്ഛനാകാൻ പോകണം, ഞങ്ങൾക്കൊരു എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ശാലോമിൽ നിന്ന് ശാലോമിൻ്റെ ഒരു ബുക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇവരത് വായിച്ചിട്ട് ഇവർ ആ ബുക്കിലെ MSFSലേക്ക് കുഞ്ഞനിയന്മാരെ ക്ഷണിക്കുന്നു എന്നായിരുന്നു എൻ്റെ ഹെഡിങ്. അപ്പോൾ ഇവർ അതിനകത്ത് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോൺ നമ്പറും കൊണ്ട് അവർ എൻ്റെ പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്ന്, ഞങ്ങൾക്കന്ന് ഫോണൊന്നുമില്ല, അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് ഇവർ തന്നെ ഫോൺ വിളിച്ചു. അപ്പം ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് സെമിനാരിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഇവിടുന്നുള്ള MSFS എന്നുള്ള ടോമച്ചനാണ് വന്നത്. അവിടെ വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഇന്ന പോലെ ഇവർ സെമിനാരിൽ ചേരാൻ പോവുകയാണെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, എൻ്റെ മക്കളെ നമ്മളോട് നേരത്തെ പറയത്തില്ലായിരുന്നു, നമ്മളത് ചെയ്യാറുന്നല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചാച്ചനോടും അമ്മച്ചോടും പറയണ്ടായിരുന്നു. അച്ചാച്ചനും അമ്മച്ചോടും പറഞ്ഞാൽ സാധിക്കുകയില്ലെന്ന് ഇവർക്ക് തോന്നി, അതുകൊണ്ടാണ് ഇവർ നേരെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഏതായാലും ശരി, നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരിക്കലും ഞങ്ങൾ തടസ്സം നിൽക്കത്തില്ല, പിന്നെ ഇത് എല്ലാം നല്ലതായിട്ട് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പൗരോഹിത്യ ജീവിതത്തിലേക്കൊക്കെ കടന്നു പോകാനെന്നൊക്കെ കാര്യങ്ങളെല്ലാം അച്ചാച്ചനും ഞാനും ഉപദേശിച്ചു. പിന്നെ വികാരിയച്ഛനും ഒക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പുറകോട്ട് പോകുന്ന പരിപാടിയില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ മുന്നോട്ട് തന്നെ പൗരോഹിത്യത്തിലേക്ക് പോകണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അവർ മുന്നോട്ട് പോയി. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ട് ഇവിടെ SFS സെമിനാരിയെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ സെമിനാരി പഠനങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 8 മാസം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അച്ചാച്ചൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായി. അപ്പം ഞാൻ ഇവിടെ ഫോൺ വിളിച്ചപ്പം പറഞ്ഞു, ഇന്നുപോലെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോഴും മറ്റേ പുള്ളി ലല്ലുവിന് പറയും, എനിക്കിപ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അപ്പം അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ റെക്ടറച്ഛൻ അവനോട് പറഞ്ഞു, ഒരിക്കലും നീ അങ്ങനെ ഇപ്പോൾ പോകരുത്, പോയിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ തിരിച്ചെടുക്കത്തില്ല, അതുകൊണ്ട് നീ അമ്മ മരിക്കുവാണെങ്കിൽ മരിച്ചോട്ടെ, നിങ്ങൾ കണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവൻ അതോടെ തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ എല്ലാ അച്ഛന്മാരൊക്കെ ഓർത്തു, ട്വിൻസല്ലേ, അവൻ പോന്നപ്പോൾ ഇവനും പോരുമായിരിക്കും എന്ന് ഓർത്തു. അപ്പോൾ ലാലു അച്ഛൻ അന്നേരം കുലുങ്ങിയില്ല, അച്ഛൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ അച്ഛനങ്ങനെ അച്ഛൻ്റെ പഠനങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 2007 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അച്ചാച്ചന് ഒരു പനി വന്നു, ചിക്കൻ ഗുനിയ പനി വന്നു, അച്ചാച്ചൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛന് തിയോളജിയായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് കർണാടകയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. നോർത്ത് കർണാടകയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് അച്ചാച്ചനും അസുഖം കൂടിയപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, എനിക്ക് മക്കളെ എല്ലാം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റവർ രണ്ടുപേരും ബാംഗ്ലൂർ പഠിക്കുക. അപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തി. ഭാഗ്യത്തിന് അച്ഛനും ലാലു അച്ഛനും വന്നു, അച്ഛനെ കണ്ടു, എല്ലാവരെയും കണ്ടു. അച്ചാച്ചൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റവർക്ക് കോളേജ് പഠിക്കാനും പോകണം, അച്ഛനും സെമിനാരിലും പോകണം. അപ്പം അച്ഛന്മാരെല്ലാം ഓർത്തു, ഇനിയിപ്പോൾ അമ്മച്ചി തന്നെ ഉള്ളല്ലോ, വീട്ടിൽ വേറെ ആരുമില്ല, അച്ഛൻ ഇനി എരിവലായിരിക്കുക എന്നാണ് അച്ഛന്മാർ ഓർത്തത്. അപ്പോൾ 7ൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അച്ചാച്ചൻ്റെ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ പോവുക, എനിക്ക് അമ്മച്ചിയെ തന്നെ ആക്കിയിട്ട് പോകാനുള്ള വിഷമമുണ്ട്, പക്ഷേ അമ്മച്ചി വിഷമിക്കേണ്ട, അമ്മച്ചിയുടെ കൂട്ടത്തിൽ ഈശോയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ അച്ഛനങ്ങ് ധൈര്യമായിട്ട് പോവുകയും ചെയ്തു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഒരു 10 വർഷം തന്നെ താമസിച്ചു. എന്നാലും നമ്മളെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ട്, എന്നാലും തന്നെ താമസിച്ചു. പക്ഷേ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ ഒരു വിശുദ്ധനായ ഒരു വൈദികനാകണേ, വിശുദ്ധിയുള്ളൊരു വൈദികനായി ജീവിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നും പ്രാർത്ഥിക്കും, കുർബാനയിൽ പങ്കെടുക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തേക്കും ഞാൻ പട്ടത്തിൻ്റെ സമയമാകുന്ന സമയത്തേക്ക് ഞാൻ ഒരു 3 വർഷക്കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇറച്ചി മീനൊന്നും കൂട്ടത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ആ പ്രാർത്ഥന തമ്പുരാൻ കേട്ടു. അപ്പോൾ അങ്ങനെ 2010 ഡിസംബർ 31-ാം തീയതി അച്ഛന് പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷത്തോടെ ഞങ്ങളത് സ്വീകരിക്കുന്നു. എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. എല്ലാ ദിവസവും കൃപയുടെ സമയം 3 മണി സമയത്ത് അമ്മച്ചി എന്നും പ്രാർത്ഥിക്കും. അത് ഇപ്പോഴും അമ്മച്ചി ഈ കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി മരിച്ചുപോയി, എങ്കിലും ആ മരിക്കുന്ന സമയം വരെ അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു 3 മണിക്ക്. അപ്പം അത് പ്രത്യേകമായിട്ട് ലാലോചന വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഈ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത്ര കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു മകനാണ് വൈദികനായപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പം എപ്പോൾ കൊന്ത ചെല്ലിയാലും ആദ്യത്തെ രഹസ്യം വൈദികർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ലാലോചന വേണ്ടിയും പ്രാർത്ഥിക്കും.
അപ്പം അങ്ങനെ വികാരിയച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാ വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു നല്ലൊരു ഇത് നമുക്ക് കിട്ടി. അപ്പോൾ അച്ഛനായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വീട്ടിലെ ഞാൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന പോലെ കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് ഭവനത്തിലേക്ക് വന്നു ഭവിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു നേട്ടം തമ്പുരാൻ തന്നു. ഇവർ അച്ഛന്മാരെല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷകരമായ ഒരു ജീവിതം. അച്ഛനൊന്ന് വീട്ടിൽ വന്നു പോയി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ദൈവിക ചൈതന്യം അവിടെ ഉള്ളതുപോലെ തോന്നുന്നത്. പിന്നെ നമുക്ക് എന്നാ പറഞ്ഞാലും ഒരു വൈദികൻ വീട്ടിലുണ്ടെന്ന് വരികിൽ, ഒരു വൈദികൻ ഒരു ഭവനത്തിലുണ്ടെന്ന് വരികിൽ, ഒരു അപ്പനോ അമ്മയോ സഹോദരങ്ങൾ ആരെങ്കിലും മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരു വൈദികനുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. കാരണം നമ്മുടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു വലിയ വിശ്വാസം, മരണാനന്തര ജീവിതത്തെപ്പറ്റി നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ ആ വിശ്വാസം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മുടെ ഭവനത്തിൽ ഒരു സന്യസ്തരോ ഒരു വൈദികരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും നമുക്ക് ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മച്ചി ഇപ്പം അമ്മച്ചി പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഈ ലോകത്തിലുള്ള ജീവിതമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമുണ്ട്. അപ്പം രണ്ട് സ്ഥലത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരാണ് നമ്മുടെ കുടുംബത്തിലുള്ള വൈദികരും സന്യസ്തരും അല്ലേ? തീർച്ചയായും. അച്ഛൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ ദൈവങ്ങളെക്കുറിച്ച് പറയാൻ അമ്മച്ചിക്ക് തന്നെ കേട്ടോ യോഗ്യത. എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി അത് പറയുമ്പോൾ മുഴുവൻ അച്ഛനായതിലുള്ള സന്തോഷവും അങ്ങനെ ആ ഒരു എല്ലാ അമ്മച്ചിയുടെ മുഖത്തും അമ്മച്ചിയുടെ വാക്കുകളിലും നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പുരോഹിതനെ പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അമ്മച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ, അച്ഛനൊന്ന് വീട്ടിൽ ഒന്ന് വന്നു പോകുമ്പോൾ തന്നെ അത് വീട്ടിലുണ്ടാകുന്ന ഒരു ആനന്ദം, അതായത് അമ്മച്ചിക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ ഒരു കാര്യമാണ്, 10 കൊല്ലം തനിച്ചിരിക്കാൻ അമ്മച്ചി ഒരു തീരുമാനം എടുത്തു. ഒരു ധൈര്യം അമ്മച്ചി കാണിച്ചു. അമ്മച്ചീനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനുള്ള ഒരു ധൈര്യം അച്ഛനും കാണിച്ചു. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു സം ടോട്ടലായി നല്ലൊരു പുരോഹിതനായി തമ്പുരാൻ ഉയർത്തി. തിരുപ്പട്ടെന്നുള്ളൊരു കൂദാശ സ്വീകരിക്കാനുള്ള ഒരു കൃപ ഈശോ തന്നു. ഈശോ സഹനം സ്വീകരിച്ചു എന്ന് തന്നെ വേണം അല്ലേ പറയാനായിട്ട്. അപ്പോൾ അമ്മച്ചിയോട് വർത്താനം പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം. അച്ഛനായാലും ഞങ്ങൾക്കും സന്തോഷമാവും അമ്മച്ചിയോട് വർത്താനം പറയുമ്പോഴേ. അപ്പോൾ ഇതൊത്തിരി അമ്മമാർക്ക് പ്രചോദനമാവട്ടെ, മക്കളെ വിടാനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ. തീർച്ചയായിട്ടും നല്ലൊരു വിശുദ്ധിയുള്ള ഒരു വൈദികനായി ജീവിച്ച് വിശുദ്ധിയുള്ള ഒരു വൈദികനായി മരിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് ഞാനെന്നും പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ പറഞ്ഞതിന് അടിവരയിടുന്ന രീതിയിലാണ് അമ്മച്ചി എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞത്. അച്ഛൻ്റെ ദൈവവിളിയായിട്ടുള്ള A to Z കാര്യങ്ങൾ അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അച്ഛാ, ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ ഞങ്ങൾ അച്ഛന്മാരെല്ലാം കാണുന്നത് ഒരു ഭയങ്കര പുഞ്ചിരിയായിട്ടാണ്. ഇവർ പരസ്പരം അങ്ങോട്ട് മിണ്ടുന്നതായാലും ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ സഭയിലെ, അതായത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് എക്സ്പീരിയൻസ് അച്ഛനൊന്ന് ഷെയർ ചെയ്യാമോ? ഉറപ്പായിട്ടും. ഇവിടെയുള്ള അച്ഛന്മാരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്നേഹവും സാഹോദര്യവും അത് ഒന്ന് വേറെ തന്നെയാണ്. പലരും അസൂയയോടെയൊക്കെ നോക്കാറുണ്ട്, കാണാറുണ്ട്, പറയാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിലൊരു അതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പങ്കുവയ്ക്കാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ള ഒരു വലിയൊരു ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു ബോധ്യമാണ്. അപ്പോൾ നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും ഞാൻ ഓർക്കുന്നു 2007 എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയ സമയത്ത്, ആ സമയത്ത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ എല്ലാ അച്ഛന്മാരും ഇവിടെ ഉണ്ട്. ഏറ്റുമാനൂർ സെമിനാരിലുള്ള അച്ഛന്മാരുണ്ടായിരുന്നു, കാരിസ്മാനുള്ള അച്ഛന്മാരുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചേർത്ത് പിടിച്ച് സാരമില്ല, വി ആർ ദെയർ ഫോർ യു. ആ ഒരു വലിയ സപ്പോർട്ട് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും അമ്മച്ചിനെ വിളിച്ചന്വേഷിക്കും, അതുപോലെ തന്നെ വല്യമ്മച്ചിനെ വിളിച്ചന്വേഷിക്കും. അവർക്കൊക്കെ ഈ ഒരു വിഷമമുണ്ട്. ഇപ്പോൾ അവർ ഒറ്റയ്ക്കായത് കാരണം അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ആയിട്ട് അച്ഛന്മാർ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് തന്നെ നമുക്ക് തന്നെ ഒരു വലിയ പോസിറ്റീവ് എനർജിയായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും നമുക്കാണെങ്കിലും പലപ്പോഴും ഒത്തിരി സ്ട്രഗിൾസൊക്കെ ഉണ്ടാകും. വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കും, അതുപോലെ തന്നെ മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാകും. അതേസമയം നമ്മുടെ കൂടെയുള്ള ആളുകൾ പലപ്പോഴും അവർ വളരെ ലക്ഷൂറിയസ് ആയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ലൗകികമായിട്ടൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ സ്പിരിച്വൽ ഡയറക്ഷനിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ, നല്ല ബോധ്യങ്ങൾ ലഭിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലൈഫ് MSF സഭയെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലൈഫ്. ഞങ്ങളാരും ഒറ്റയ്ക്ക് താമസിക്കുന്നില്ല. റിലീജിയസ് ലൈഫിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് കമ്മ്യൂണിറ്റി ലൈഫ്. അത് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ പരസ്പരം ഷെയർ ചെയ്യുകയും
അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് യു വിൽ സീ മീ ഹാപ്പി പേഴ്സൺ. എപ്പോഴും എന്നെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് അച്ഛന്മാരെല്ലാം സന്തോഷത്തോടുകൂടി ഇരിക്കുന്നല്ലോ. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഈ ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്. എന്തുമാത്രം ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അത്രമാത്രം നമ്മൾ ഹാപ്പി ആയിരിക്കും. അതാണ് പൗരോഹിത്യം. ഇത്രയും നാളിപ്പം ഇങ്ങനെ ഇപ്പം ഏകദേശം 12 വർഷം കഴിഞ്ഞ് 13ാമത്തെ വർഷത്തിൽ ഞാനിങ്ങനെ വൈദികനായിട്ടിരിക്കുമ്പോൾ ഇപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നെങ്കിൽ റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ലൈഫാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് എപ്പം വേണേലും MSFS സഭയിലേക്ക് കടന്നു വരാം, വൈദികനാകാം, കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അച്ഛൻ പറയുന്നതിനേക്കാളും ഞങ്ങളിവിടെ കണ്ടു നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും നിങ്ങളുടെ ഒരു കൂട്ടും, ആ കൂട്ടും ഒക്കെ എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ അമ്മച്ചിക്കാണെങ്കിലും ഒരു മോനെ കൊടുത്തപ്പോൾ ഒത്തിരി മക്കളെ കിട്ടിയല്ലേ. അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരുമായി, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരുമായി MSFS സഭയിലേക്ക് കടന്നു വന്നപ്പോൾ. അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷം അച്ഛനെ പരിചയപ്പെട്ടതിൽ. അച്ഛൻ്റെ ദൈവവിളി അനുഭവം ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. വീട്ടിലുള്ള സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി MSFS സഭയിലേക്ക് ഒത്തിരി ദൈവവിളികൾ ഉണ്ടാവട്ടെ, ലോകത്ത് മുഴുവൻ ദൈവവിളികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് MSFS കോൺഗ്രിഗേഷൻ്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യത്യസ്തതയാർന്ന ദൈവവിളി അനുഭവങ്ങളും അവരുടെ മാതാപിതാക്കളുടെ ആ ഒരു ഷെയറിങ്ങും നമ്മളെ വളരെയധികം പ്രചോദിപ്പിക്കുന്ന ഒന്നായിരുന്നു. ദൈവത്തിൻ്റെ വിളിക്ക് സമ്പൂർണ്ണമായ സമർപ്പണം നൽകുമ്പോൾ എങ്ങനെയാണ് ദൈവം അവരുടെ ജീവിതത്തെ മഹനീയമാക്കുന്നത്, മഹത്തരമാക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സന്തോഷത്തോടെ അഭിമാനത്തോടെ മക്കളെ ഈ വിളിയിലേക്ക് വിട്ടുകൊടുത്ത മാതാപിതാക്കളെ നമ്മളിവിടെ പരിചയപ്പെടുകയുണ്ടായി. ഇനിയും ദേശങ്ങളിലും രാജ്യങ്ങളിലുമെല്ലാം ഇതുപോലുള്ള ദൈവവിളികൾ ഉണ്ടാവട്ടെ എന്നും സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന മാതാപിതാക്കളും ഉണ്ടാവട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.